ആംഗലേയ സാഹിത്യത്തിൻ്റെ കാൽപ്പനിക യുഗത്തിന് ആരംഭം കുറിച്ച മഹാനായ കവിയാണ് വില്യം വേർഡ്സ്വർത്ത്. റൊമാൻറ്റിക് പോയറ്റ് എന്നറിയപ്പെട്ടിരുന്ന വില്യം വേർഡ്സ്വർത്തിൻ്റെ ഡാഫോഡിൽസ് എന്ന കവിതയെപ്പറ്റി കേൾക്കാത്തവർ ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ ഈ കവിതയുടെ യഥാർത്ഥ പേര് ഐ വാണ്ടഡ് ലോൺലി എസ് എ ക്ലൗഡ് എന്നായിരുന്നു. ഡാഫോഡിൽസ് പുഷ്പങ്ങളെ പറ്റിയാണ് ഐ വാണ്ടഡ് ലോൺലി എസ് എ ക്ലൗഡ് എന്ന കവിതയിൽ കവി എടുത്തു പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ആ കവിതയ്ക്ക് ഡാഫോഡിൽസ് എന്നുള്ള പേര് വന്നു ചേർന്നത്. സഹോദരിയായ ഡൊറോത്തിയും ഒന്നിച്ച് നടന്നു പോകുന്നതിനിടയിൽ കവി ആകസ്മികമായി ഒരു കൂട്ടം ഡാഫോഡിൽസ് പുഷ്പങ്ങളെ കാണാനിടയായി. ആ പുഷ്പങ്ങൾ കാറ്റിൽ ഇളകിയാടുന്നുണ്ടായിരുന്നു. തിളക്കമാർന്ന മഞ്ഞ നിറത്തിലുള്ള ആ സുന്ദര പുഷ്പങ്ങളുടെ സന്തോഷമാണ് കവിക്ക് ഈ ഒരു കവിത എഴുതാനുള്ള പ്രചോദനമായത്. മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങളെല്ലാം തന്നെ സൗഹാർദ്ദം, സന്തോഷം ഇവയെ സൂചിപ്പിക്കുന്നതാണ്. ഡാഫോഡിൽസ് പുഷ്പങ്ങൾ പുനർജന്മം, സന്തോഷം, പ്രതീക്ഷ ഇവയെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈസ്റ്ററുമായി അങ്ങേയറ്റം ബന്ധമുള്ള പുഷ്പങ്ങളാണ് ഡാഫോഡിൽസ് പുഷ്പങ്ങൾ. I wanted lonely as a cloud that floats on high over vales and hills, when all at once I saw a crowd, a host of golden daffodils, beside the lake, beneath the trees, fluttering and dancing in the breeze. Then okay, thank you so much for watching this video. I will come tomorrow with another topic. Till then, bye.